ലോഗോസ് ക്വിസ് 2025 ന്യായാധിപന്മാർ 17-ാം അധ്യായം. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 13. 17-ാം അധ്യായത്തിലെ ഏക തലക്കെട്ടേത്? ഉത്തരം മിക്കായുടെ പൂജാഗ്രഹം. 17-ാം അധ്യായാരംഭത്തിൽ എഫ്രായിം മലനാട്ടിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം മിക്ക. മിക്ക സംസാരിക്കുന്നത് ആരോടാണ്? ഉത്തരം അമ്മയോട്. മിക്കായുടെ അമ്മ എന്ത് നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് ശാപം ഉച്ചരിച്ചത്? ഉത്തരം 1100 വെള്ളി നാണയങ്ങൾ. 1100 വെള്ളി നാണയം നഷ്ടപ്പെട്ട വിവരം മിക്കായുടെ അമ്മ രഹസ്യമായി പറഞ്ഞത് ആരോടാണ്? ഉത്തരം മിക്കായോട്. 1100 വെള്ളി നാണയങ്ങൾ എടുത്തത് ആരായിരുന്നു? ഉത്തരം മിക്ക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആരോടാണ് പറയുന്നത്? ഉത്തരം മിക്കായുടെ അമ്മ മിക്കായോട്. നഷ്ടപ്പെട്ട 1100 വെള്ളി നാണയങ്ങൾ തിരികെ ലഭിച്ചപ്പോൾ മിക്കായുടെ അമ്മ പറയുന്നത് എന്താണ്? ഉത്തരം എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. തിരികെ ലഭിച്ച 1100 വെള്ളി നാണയങ്ങൾ എന്തുണ്ടാക്കാനാണ് മിക്കായുടെ അമ്മ കർത്താവിന് മാറ്റിവെക്കുന്നത്? ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. എത്ര വെള്ളി നാണയങ്ങളാണ് മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം 200 വെള്ളി നാണയങ്ങൾ. 200 വെള്ളി നാണയങ്ങൾ കൊണ്ട് തട്ടാൻ നിർമ്മിച്ചത് എന്താണ്? ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് എവിടെ? ഉത്തരം മിക്കായുടെ ഭവനത്തിൽ. മിക്കായ്ക്ക് ഉണ്ടായിരുന്നതായി 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം ഒരു പൂജാഗ്രഹം. മിക്ക ഉണ്ടാക്കിയത് എന്താണ്? ഉത്തരം ഒരു എഫോദും വിഗ്രഹങ്ങളും. മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത്? ഉത്തരം തൻ്റെ ഒരു പുത്രനെ. മിക്കായുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ലെന്ന് സൂചിപ്പിക്കപ്പെടുന്നത് എന്താണ്? ഉത്തരം രാജവാഴ്ച. രാജവാഴ്ച ഇല്ലാതിരുന്നതിനാൽ ഓരോരുത്തരും പ്രവർത്തിച്ചു പോന്നത് എന്ത്? ഉത്തരം യുക്തമെന്ന് തോന്നിയത്. യൂദായിലെ ബേത്ലഹേമിൽ ഉണ്ടായിരുന്നത് ആരാണ്? ഉത്തരം യൂദാ വംശജനായ ഒരു യുവാവ്. യൂദാ വംശജനായ ലേവ്യനായ യുവാവ് വന്നു പാർത്തത് എവിടെയാണ്? ഉത്തരം യൂദായിലെ ബേത്ലഹേമിൽ. യൂദാ വംശജനായ ലേവ്യൻ എന്തന്വേഷിച്ചാണ് പുറപ്പെട്ടത്? ഉത്തരം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. യൂദാ വംശജനായ യുവാവ് യാത്ര ചെയ്ത് എത്തിയത് എവിടെയായിരുന്നു? ഉത്തരം മിക്കായുടെ ഭവനത്തിൽ. മിക്ക യൂദാ വംശജനായ യുവാവിനോട് ചോദിച്ചതെന്ത്? ഉത്തരം നീ എവിടെ നിന്നു വരുന്നു? മിക്കായുടെ ചോദ്യത്തിന് താൻ എവിടെ നിന്നുള്ളവനാണെന്നാണ് യുവാവ് പറയുന്നത്? ഉത്തരം യൂദായിലെ ബേത്ലഹേമിൽ നിന്ന്. താൻ എന്തന്വേഷിക്കുകയാണെന്നാണ് യുവാവ് മിക്കായോട് പറയുന്നത്? ഉത്തരം താമസിക്കാൻ ഒരു സ്ഥലം. യുവാവിനോട് തന്നോടുകൂടെ താമസിച്ചുകൊണ്ട് തനിക്ക് ആരായിരിക്കാനാണ് മിക്ക ആവശ്യപ്പെടുന്നത്? ഉത്തരം ഒരു പിതാവും പുരോഹിതനും ആയിരിക്കാൻ. വർഷം തോറും യൂദാ വംശജനായ ലേവ്യന് എന്ത് നൽകാമെന്നാണ് മിക്ക വാഗ്ദാനം ചെയ്യുന്നത്? ഉത്തരം 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. യൂദാ വംശജനായ യുവാവിന് മിക്ക ആരെ പോലെയായിരുന്നു? ഉത്തരം പുത്രനെ പോലെ. യൂദാ വംശജനും ലേവ്യനും യൂദായിലെ ബേത്ലഹേമിൽ പാർത്തിരുന്നവനുമായ യുവാവിനെ മിക്ക അവരോധിച്ചത് ആരായിട്ടാണ്? ഉത്തരം പുരോഹിതനായിട്ട്. യൂദാ വംശജനായ യുവാവ് താമസമാക്കിയത് എവിടെ? ഉത്തരം മിക്കായുടെ ഭവനത്തിൽ. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതിനാൽ ആര് തന്നെ അനുഗ്രഹിക്കുമെന്നാണ് മിക്ക കരുതുന്നത്? ഉത്തരം കർത്താവ്.